രാജ്യത്തിൽ ഇൻ ദ കമ്മിങ് ഏജ് മരണം ഉണ്ടാവില്ല, ദ്രവത്വം ഉണ്ടാവില്ല. ഈ മരണവും ദ്രവത്വം ഇല്ലാത്ത നാട്ടിൽ നിങ്ങൾക്ക് വെജിറ്റേറിയനിലേ കിട്ടുള്ളൂ. അവിടെ നിങ്ങൾക്ക് നോൺ വെജ് ഫുഡ് കിട്ടുമോ? നോൺ വെജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചത്തുപോയ ഒരു ജീവിയുടെ മാംസമാണത്. ആ സാധനം നിങ്ങൾക്ക് കിട്ടൂല. ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 3 വരെ നോക്കിയാൽ ദൈവം ലെജിറ്റിമൈസ് ചെയ്ത, മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം ആദ്യമായിട്ട് ദൈവം മനുഷ്യനെ ലെജിറ്റിമൈസ് ചെയ്ത ഫുഡ് എന്ന് പറയുന്നത് വെജിറ്റേറിയൻ ഫുഡാണ്. ദൈവം പറഞ്ഞു, നിങ്ങൾ ഈ വൃക്ഷങ്ങളുടെ ഫലങ്ങൾ കഴിക്കാൻ, വൃക്ഷത്തിൻ്റെ സീഡ് പോലും കഴിക്കണമെന്ന് ദൈവം പറഞ്ഞില്ല. ഇനി പക്ഷികളെയോ മൃഗങ്ങളെയോ കൊല്ലണമെന്നോ അവരെ കഴിക്കണമെന്നോ ദൈവം പറഞ്ഞിട്ടില്ല. അവരെ പരിപാലിക്കാനാണ് പറഞ്ഞത്. നോഹയുടെ കാലത്തിന് ശേഷമാണ് മനുഷ്യൻ മാംസബുക്കായി തീരുന്നത് എന്നാണ് വേദപുസ്തകം പറയുന്നത്. ഓക്കെ, ഇനി ഏറ്റവും അവസാനത്തെ വെളിപ്പാട് പുസ്തകത്തിലെ അവസാനത്തെ 3 അധ്യായങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വെളിപ്പാട് 20, 21, 22 കർത്താവ് അവൻ്റെ രാജ്യം പുനഃസ്ഥാപിച്ച് കഴിയുമ്പോൾ, ഈ ലോകത്തിൽ ദൈവരാജ്യം വന്നു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ഐഡിയലാണത്. ജനസിസ് 1-3 എന്ന് പറയുന്നതും റെവലേഷൻ 20-22 എന്ന് പറയുന്നതും ദൈവത്തിൻ്റെ ഐഡിയൽ, ദൈവത്തിൻ്റെ മനസ്സിൽ ഏറ്റവും നല്ല അവസ്ഥ എന്ന് പറയുന്ന അവസ്ഥയാണത്. ഇത് രണ്ടും ആ ഏദൻ തോട്ടത്തിൻ്റെ അതേ റെപ്ലിക്കാണ് നമുക്കിവിടെ മിറർ ഇമേജ് മാതിരി നമുക്ക് റെവലേഷൻ 20, 21, 22 കാണാൻ പറ്റുന്നത്. ആ റെവലേഷൻ 20 മുതൽ 22 വരെയുള്ള പുസ്തകങ്ങൾ ആ ഭാഗങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയും എന്തില്ല? വൃക്ഷങ്ങളുണ്ട്, ഫലങ്ങളുണ്ട്, അത് കഴിക്കാം. പക്ഷേ മാംസം കഴിക്കുന്ന പരിപാടി അവിടെ ഇല്ല. മരണമില്ല. ഇനി ഇതിനെക്കുറിച്ച് യെശയ്യാവ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഈ യേശുക്രിസ്തു തന്നെ വരുന്നതിന് 600 വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഇവിടെ ജൈനമതമൊക്കെ സ്റ്റാർട്ട് ചെയ്ത ആ സമയത്ത് അവിടെ ഇരുന്നുകൊണ്ട് പറയാണ്, സിംഹവും കരടിയും പശുക്കിടാവിനെ ഉപദ്രവിക്കാതെ അതിൻ്റെ കൂടെ കിടക്കുന്ന പുല്ല് തിന്നുന്ന ഒരു അവസ്ഥ ഈ ലോകത്തിനുണ്ടാവും. ദൈവത്തിൻ്റെ രാജ്യം വരുമ്പോൾ ഈ കാട്ടിലെ മൃഗങ്ങൾ പോലും മറ്റു മൃഗങ്ങളെ ദ്രോഹിക്കില്ല, അവരെ ആഹാരത്തിന് വേണ്ടി ഉപയോഗിക്കില്ല. ഇതൊന്നും ഞാൻ എഴുതിയല്ലോ. അപ്പോൾ ഒരാൾ വെജിറ്റേറിയൻ കഴിച്ചതുകൊണ്ട് അവന് പൂർണ്ണമായിട്ടും യേശുവിൽ വിശ്വസിക്കുന്ന ആളല്ല എന്നെങ്ങനെ പറയാൻ സാധിക്കും? വരാനിരിക്കുന്ന രാജ്യത്ത് നിങ്ങൾ കഴിക്കാൻ പോകുന്നില്ല, പിന്നെ ഇവിടെ നിങ്ങൾ എന്തിനാണോ കഴിക്കുന്നത് എന്ന് ഞാൻ വേണം നിങ്ങളോട് ചോദിക്കാൻ, വാസ്തവത്തിൽ പറഞ്ഞാൽ. പക്ഷെ ഞാൻ ആ ചോദ്യം ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ കഴിച്ചോളി, എനിക്കത് പ്രശ്നമല്ല. നിങ്ങൾക്ക് ബീഫ് വേണോ ബീഫ് കഴിക്കുക, പോർക്ക് വേണോ പോർക്ക് കഴിക്കുക, നിങ്ങൾ എന്ത് വേണമെങ്കിൽ കഴിക്കുക, അതിൻ്റെ പ്രോബ്ലം അല്ല. പക്ഷെ നിങ്ങൾ മറ്റുള്ളവരെ, വിശ്വാസത്തിലേക്ക് വരുന്നവരെ, അവർ ഇതൊന്നും കഴിച്ചില്ലെങ്കിൽ അവരെ അംഗീകരിക്കാതിരിക്കുന്ന ഒരു രീതി, അത് മാറ്റണം. അത് ശരിയായ രീതിയല്ല. അതൊരു ദൈവഭാഗത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു സഹോദരനോട് ചെയ്യുന്ന പാവമാണ്. അപ്പോൾ പുതിയ നിയമത്തിൻ്റെ അവസാനത്തിലും പഴയ നിയമത്തിൻ്റെ ആരംഭത്തിലും എന്തില്ല? മാംസാഹാരമില്ല. മരണമില്ലടോ. മരണമില്ലെങ്കിൽ പിന്നെ എങ്ങനെ മാംസം കഴിക്കാൻ പറ്റും? വേറൊരു ജീവിക്ക് മരണമില്ല, നിങ്ങൾക്ക് മരണമില്ല, പിന്നെ മാംസം എവിടെ നിന്ന് കിട്ടും? അപ്പം അതുകൊണ്ട് വേദപുസ്തകത്തിൻ്റെ സത്യത്തിന് വിരോധമല്ലാത്ത, ഞാൻ വിഗ്രഹത്തെ സേവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം മനോജ് തെറ്റാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ വിഗ്രഹങ്ങളെയൊക്കെ ഉപേക്ഷിച്ചല്ലോ. അത് ഞാൻ നേരത്തെ ഉപേക്ഷിച്ചിട്ടുണ്ട്. അദ്വൈതത്തിൽ വിശ്വസിച്ചപ്പോൾ തന്നെ ഞാൻ വിഗ്രഹങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ട്. അവതാരങ്ങളെയാണ് പിന്നീട് ഉപേക്ഷിച്ചത് ക്രിസ്തുവിൽ വന്നപ്പോൾ. കാരണം അവതാരങ്ങൾ ആരും പാപികളോട് ക്ഷമിക്കാനോ അവർക്ക് പുതുജീവൻ തരാനോ അവരെ നല്ലൊരു മാർഗത്തിലേക്ക് നയിക്കാനോ വന്നവരല്ല. ഈ അവതാരങ്ങൾ വന്ന എല്ലാ അവതാരങ്ങളും പാപിയെ കൊല്ലാനാണ് വന്നത്. ഇനി ഞാൻ ആ പാപികളോട് എന്നെ തന്നെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഹിന്ദു മതത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംഗതിയുണ്ട്, ഒരു ദോഹയാണ്. ബുറാ ജോ ദേഖന മേ ചലാ ബുറാ ന മിലിയ കോയി ജോ ദിൽ ഖോജ ആപ്ന മുസ്സെ ബുറാന കോയി എന്ന് വെച്ചാൽ, ഞാൻ ബുറ അല്ലെങ്കിൽ ഒരു മോശമായ അല്ലെങ്കിൽ ബാഡായിട്ടുള്ള ഒരു കാര്യം അന്വേഷിച്ചു പോയി കുറേ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ബാഡായ കാര്യം എന്താണെന്ന് അന്വേഷിക്കാൻ പോയ എന്നെക്കാളും ബാഡായിട്ടുള്ളൊരു വ്യക്തി ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈവിൾ ഇരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ്. നമുക്ക് ഇതൊക്കെ തിരിച്ചറിയാൻ തന്നെ പറ്റുന്നുണ്ടല്ലോ, ഈ ഈവിൾ ഉണ്ടെന്നുള്ളത്, ദുഷ്ടതയുണ്ടെന്ന്. അസൂയ, പക, പിണക്കം, കയ്പ്, ജാരശങ്ക, ക്രോധം, കോപം, ഇതൊക്കെ നമുക്കുണ്ട്. ഇല്ലയെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഓവർകം ചെയ്താണ് ജീവിക്കുന്നത്, അത് വേറെ കാര്യം. പക്ഷേ ഈ പറയുന്ന സ്വഭാവങ്ങളൊക്കെ എല്ലാ മനുഷ്യൻ്റെയും
അവരുടെ DNA-ക്കകത്ത് ഉൾക്കൊള്ളുന്ന ഒരു സ്വഭാവമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ നമ്മളെക്കാളും മോശമായിട്ടുള്ള ഒരു വ്യക്തിയില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ തിരിച്ചറിവിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ അതിൽ നിന്ന് രക്ഷ പ്രാപിക്കാനായിട്ട് ആഗ്രഹം വരുള്ളൂ. ആ രക്ഷ പ്രാപിക്കാനായിട്ടുള്ള ആഗ്രഹം വരുമ്പോഴാണ് നമ്മൾ ഒന്നുകിൽ രക്ഷ സ്വന്തമായിട്ട് തേടുക, അല്ലെങ്കിൽ ഒരു രക്ഷകനെ നമ്മൾ തേടുക. ഇനി രക്ഷകൻ തന്നെ നമ്മളെ കൊല്ലാനാണ് വരുന്നതെങ്കിൽ പിന്നെ ആ രക്ഷകനെ കൊണ്ട് എന്താ കാര്യം? രാവണൻ്റെ സ്വഭാവങ്ങൾ ചിലപ്പോൾ എൻ്റെ ഉള്ളിലും കാണും, കംസൻ്റെ സ്വഭാവങ്ങൾ ചിലപ്പോൾ എൻ്റെ ഉള്ളിലും കാണും. ഞാനിന്ന് കൃഷ്ണനെ ആരാധിക്കുന്ന എൻ്റെ ചില ആളുകളുണ്ട്. അവരെ ഞാൻ നോക്കുമ്പോൾ അവർക്ക് ശരിക്കും കംസൻ്റെ അതേ സ്വഭാവമാണ്. കംസൻ അവൻ്റെ സിസ്റ്ററിൻ്റെ മകനെ കൊല്ലാൻ ആഗ്രഹിച്ച പോലെയുള്ള സ്വഭാവം. ഇനി ചില ആളുകളെ ഞാൻ നോക്കുമ്പോൾ അവർക്ക് വളരെ നല്ല ആളുകളായിട്ട് എല്ലാവരുടെ മുമ്പിൽ നിൽക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ പറഞ്ഞാൽ ഒരാളുടെ ഭാര്യ അപഹരിച്ച് കൊണ്ടുപോയി അയാൾക്ക് ആ ഭാര്യ തിരിച്ച് കിട്ടാത്ത രീതിയിൽ അയാളൊന്നും ചെയ്യൂല, ഭർത്താവിനെ അങ്ങോട്ട് വരാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ പോലെ ഒരു രാവണൻ്റെ സ്വഭാവം കാണിക്കുന്ന കുറേ അമ്മയപ്പന്മാരെ പോലെയുള്ള ആളുകളുണ്ട് ഈ ലോകത്തിൽ. അപ്പോൾ ഈ രാവണന്മാർ, അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സെന്താണ് എനിക്കറിഞ്ഞൂടെ, അവരൊക്കെ കടിഞ്ഞപ്പെട്ട മനസ്സാണെന്ന് അവർ പറഞ്ഞത്. എന്താണെങ്കിലും ശരി, ഞാൻ മനസ്സിലാക്കുന്നത് ഈ രാവണൻ, കംസൻ, ഇതൊക്കെ മനുഷ്യരുടെ ഇടയിലുള്ള ആളുകളാണ്, നമ്മളെ ഇടയിലുള്ള ആളുകളാണ്. ഇതൊക്കെ ഒരു ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഇവരെ കൊല്ലാനാണ് ദൈവം വരുന്നതെങ്കിൽ പിന്നെ അവരെങ്ങനെ രക്ഷപ്പെടും? അവരുടെ പാപങ്ങൾ ക്ഷമിക്കാനാണ് വരുന്നതെങ്കിൽ മാത്രമേ അവർക്ക് രക്ഷയ്ക്കുള്ള ഒരു അവസരം കിട്ടുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ഞാൻ നമ്മളെല്ലാവരും പാപികളാണ് എന്നുള്ളത് എനിക്ക് ഒരു ബോധ്യം അന്നേ ഉണ്ട്. കാരണം ഞാൻ ഒരുപാട് വചനങ്ങൾ, രാമചരിത് മാനസും ഭഗവത്ഗീതയും പല പാരായണങ്ങളും ഞാൻ പങ്കെടുക്കാറുണ്ട്, പല ബുക്കുകളും ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്കറിയാം ഒരാളിപ്പോൾ എന്നോട് പറയാണ് നിങ്ങൾക്ക് ഒരു പാവമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എല്ലാ മനുഷ്യരുടെ അകത്ത് പാപചിന്തയുണ്ട്. പാപചിന്ത എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോപിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പോയി, അത് പാപമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ വേറൊരാളുടെ സാധനം നിങ്ങൾ ആഗ്രഹിച്ചു പോയി, മോഹിക്കരുത് 10ാമത്തെ കൽപ്പന, അന്യൻ്റെ മുതൽ. ഇതില്ലാത്ത ഏതെങ്കിലും വ്യക്തിയുണ്ടോ? എല്ലാവരുടെയും മനസ്സിനകത്ത് മോഹമുണ്ട്. വേറൊരാളുടെ സാധനം നമ്മൾ മോഹിച്ചു പോകാറുണ്ട് അറിയാതെ. അതൊരു പാപമാണ്. അത് 10 കൽപ്പനകളിൽ ഉൾപ്പെടുന്ന പാപമാണ്. കോപം പാപമല്ല കേട്ടോ. കോപിച്ചിട്ട് നിങ്ങൾ കൊലപാതകം ചെയ്യാതിരുന്നാൽ അത് പാപമാവില്ല. വ്യഭിചാര ചിന്ത നിങ്ങൾക്കുണ്ടായി, നിങ്ങൾ വ്യഭിചാരം ചെയ്യാതിരുന്നാൽ അത് പാപമാവില്ല. മോഷണത്തിനുള്ള ചിന്ത നിങ്ങൾക്കുണ്ടായി, നിങ്ങൾ മോഷ്ടിക്കാതിരുന്നാൽ അത് പാപമാവില്ല. നിങ്ങൾക്ക് വേറൊരു വ്യക്തിക്കെതിരെ കള്ളസാക്ഷ്യം പറയാനുള്ള തോന്നൽ മനസ്സിലുണ്ടായി, എന്നാലും നിങ്ങൾ ചെയ്തില്ലെങ്കിൽ അത് പാപമായി കണക്കാക്കപ്പെടില്ല. പക്ഷേ ഈ പറയുന്നതിൽ ഏറ്റവും വലിയ ഗുട്ടൻസ് ഉള്ള കൽപ്പന എന്ന് പറയുന്നത് ആ 10ാമത്തെ കൽപ്പനയാണ്, അന്യൻ്റെ മുതൽ മോഹിക്കരുത്. ഈ മോഹം എന്ന് പറയുന്ന സാധനം, അതാണ് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 7ാം അധ്യായം പറയുമ്പോൾ വേറെ പാപങ്ങളെക്കുറിച്ച്, ഇപ്പോൾ ഈ പറയുന്ന 10 കൽപ്പനയിലുള്ള ബാക്കിയുള്ള കൽപ്പനകളെ കുറിച്ചൊന്നും പറയുന്നില്ല, വ്യഭിചാരത്തെക്കുറിച്ചും പറയുന്നില്ല. പൗലോസ് പറയാണ് മോഹിക്കരുത് എന്ന് പറയുന്ന ഒരു കൽപ്പനയുണ്ട്. ആ കൽപ്പന വായിക്കുമ്പോഴേ ഞാൻ കൺവിക്റ്റഡ് ആവുകയാണ്. കാരണം മോഹം എൻ്റെ ഉള്ളിലുണ്ട്. വേറെ ആൾക്കാരുടെ പൊസിഷൻസിനെ മോഹിക്കാൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാൻ പോലും അറിയാം. അപ്പോൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ എല്ലാ ദേഹവും എല്ലാ മനുഷ്യനും പാപത്തിന് അധീനനാണ്. അതിപ്പോൾ നമുക്ക് ഉൽപ്പത്തിയിലെ നാരറ്റീവ് കൊണ്ടും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ജീവിതത്തിലും അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. മോഹമില്ലാത്ത, വേറൊരാളുടെ അന്യൻ്റെ മുതലിനെ മോഹിക്കാത്ത വ്യക്തികൾ ആരാ ഉള്ളത്? ഇതുവരെയും മോഹിച്ചിട്ടില്ലാത്ത വ്യക്തികൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഈ മോഹം, അതേമാതിരി കള്ളം പറയാം സ്വയം രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വേറൊരാളെ രക്ഷിക്കാൻ വേണ്ടി, അതും പാവമാണ്. ഇങ്ങനത്തെ പാവങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവം എന്നെ രക്ഷിക്കാൻ വരുന്നവന് മാത്രമേ എന്നെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ. എന്നെ കൊല്ലാനാണ് ദൈവത്തിന് തീരുമാനമെങ്കിൽ ഞാൻ എന്തായാലും മരിക്കും, കാരണം ഞാൻ പാപിയാണ്. അപ്പോൾ പാവി എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരം ചെയ്തിട്ടില്ല, ഞാൻ കൊലപാതകം ചെയ്തിട്ടില്ല, ഞാൻ മോഷ്ടിച്ചിട്ടില്ല, ഞാൻ ഒരു പ്രാവശ്യം ഒരു സ്റ്റാമ്പ് മോഷ്ടിച്ചിട്ടുണ്ട്, അത് തിരിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ കള്ളസാക്ഷ്യം ഇന്നുവരെയും ഒരാൾക്കെതിരെയും പറയേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല കോടതിയിൽ. ഇതൊക്കെ കോടതി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്നും കൂടെ ഓർക്കണം. പക്ഷെ മോഹിക്കരുത് എന്ന് പറയുന്ന ഒരു സംഗതി, അന്യൻ്റെ മുതൽ മോഹിക്കരുത് എന്ന് പറഞ്ഞൊരു സംഗതി എല്ലാ മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അമ്മായപ്പൻ ചോദിച്ച എല്ലാ ഡോക്യുമെൻറ്റ്സും, എല്ലാ പണവും, എല്ലാ കാര്യങ്ങളും അവർക്ക് ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തത്. കാരണം എൻ്റെ മനസ്സിനകത്ത് ആ മോഹം ഉണ്ടാകാൻ പാടില്ല. എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട പൈസ അതിൽ കൂടുതലാണ് ഞാൻ കൊടുത്തത്. കാരണം എൻ്റെ മനസ്സിനകത്ത് എന്തോ ഒരു മോഹമുണ്ട് പൈസയോട് എന്നിരിക്കാൻ പാടില്ല.
കാരണം എനിക്ക് എൻ്റെ ആത്മീയമാണ് പ്രധാനം, പിന്നെയുള്ളൂ കുടുംബജീവിതം. നമ്മുടെ നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ കുടുംബം നമ്മളെ രക്ഷിക്കാൻ പറ്റുമോ? നമ്മൾ മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് ആ സമയത്ത് നമ്മളടുത്ത് ആരുണ്ടാവുക? ഈ ഭാര്യ ഉണ്ടാവുമോ? ഈ കുട്ടികളുണ്ടാവുമോ? ഈ അമ്മായിപ്പൻ ഉണ്ടാവുമോ? അമ്മായിമ്മ ഉണ്ടാവുമോ? ഇനി അച്ഛൻ അമ്മ ഉണ്ടാവുമോ? ഉണ്ടെങ്കിൽ വലിയ കാര്യം എന്ന് വിചാരിക്കുക. പക്ഷേ ദൈവം എന്തായാലും ഉണ്ടാവും. ആ ദൈവത്തെ വിട്ടിട്ടുള്ള കളി എനിക്കില്ല. കാരണം ഈ ദൈവത്തെ കണ്ടെത്താനും ഇതിനെ അന്വേഷിക്കാനും ഞാൻ എത്ര കൊല്ലങ്ങളാണ് ചിലവാക്കിയത്. ഈ ദൈവത്തെ സേവിക്കാനാണ് പിന്നെ 25 കൊല്ലം ചിലവാക്കിയത്. അതിലെനിക്ക് അഭിമാനമുണ്ട്. പക്ഷെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നോട് കാണിച്ച ഒരുപാട് തിക്തമായ കാര്യങ്ങളുണ്ട്, ഒരുപാട് മോശമായിട്ടുള്ള, ഒരുപാട് ബാഡായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിന് എനിക്ക് വളരെയധികം വിഷമമുണ്ട്, വളരെയധികം ഡീപ്ലി സാഡ് by what they did to me, despite knowing that I am doing good to others. ഞാൻ നന്മയാണ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് എന്ന് മനസ്സിലാക്കിയിട്ട്, അവർക്കും നന്മയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ടും എന്നെ ഒരുപാട് ദ്രോഹിച്ചു. അവർ പാപം ചെയ്യാത്തവരാണെങ്കിൽ, അവരിൽ ഒരു പാവം ഇല്ലാത്തവരാണെങ്കിൽ അവർ ദ്രോഹിച്ചോട്ടെ, കുഴപ്പമില്ല. ദൈവമാണ് ദ്രോഹിക്കുന്നതെങ്കിൽ ഒരാൾക്ക് മനസ്സിലാവും, അവരുടെ ശരീരത്തിൽ രോഗം വരും, അല്ലെങ്കിൽ ദാരിദ്ര്യം വരും, അല്ലെങ്കിൽ ഒരു പ്രത്യേക കണ്ടീഷൻ അവർക്ക് വരും. ഇത് മനുഷ്യരായിട്ട് തന്നെ ദ്രോഹിക്കുകയാണ്. കള്ളക്കേസുകൾ കൊടുക്കുന്നു, കള്ളത്തരം പറഞ്ഞുണ്ടാക്കി പ്രചരിപ്പിക്കുന്നു, ഉപദ്രവിക്കുന്നു പുറകിൽ നിന്ന്. എത്ര പ്രാവശ്യം ഞാൻ നടത്തിയ ഒരു സഭ മുഴുവനായിട്ട് നശിപ്പിച്ച് കിടന്നു 2016. 2020 ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സയാക്സിൽ. ആ പഠനം മുഴുവനായിട്ട് നശിപ്പിച്ചു. 5 കൊല്ലമായി അതിലേക്ക് തിരിച്ച് കയറാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ആ അവസ്ഥയിലാക്കി. എൻ്റെ കുടുംബജീവിതം മുഴുവനായിട്ട് നശിപ്പിച്ചു. എൻ്റെ കുട്ടിയെ എന്നിൽ നിന്ന് അകറ്റി കാണാൻ പറ്റാത്ത രീതിയിലാക്കി. ഇതൊക്കെ അവരുടെ പൊളിറ്റിക്സിന് വേണ്ടി അവർ ചെയ്തതാണെങ്കിലും, അവരുടെ രാജ്യത്തിന് വേണ്ടി അവർ ചെയ്തതാണെങ്കിലും, എന്നെ പരീക്ഷിക്കാനും പരിശോധിക്കാനും ഒക്കെ ദൈവം അവർക്ക് അധികാരം കൊടുത്തിട്ടുണ്ടല്ലോ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദൈവം കളിക്കാൻ. അത് ഉപയോഗിച്ചിട്ട് ഇവർ ചെയ്തതാണെങ്കിലും ഇത് തെറ്റാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് വിഷമങ്ങളും ഒരുപാട് ചില സമയം എനിക്ക് വിരോധം തോന്നിയിട്ടുണ്ട് ഈ വ്യക്തിയോട്. എന്നാലും ഞാൻ ദൈവത്തിൻ്റെ സന്നിധി ചെല്ലുമ്പോൾ വീണ്ടും ഞാൻ ക്രൂശാ കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തു ആ ക്രൂശിൽ കിടന്ന് ഈ മനുഷ്യരോടൊക്കെ ക്ഷമിക്കുന്നത്. അല്ലാതെ എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ട് വരും എന്നുള്ള രീതിയിലല്ല ഞാൻ ക്രൂശിനെ പറ്റി ചിന്തിക്കുന്നത്. ക്രൂശ് രക്ഷയുടെ മാർഗമാണ്. ക്രൂശ് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയാകും. ആ ദൈവത്തിൽ നിന്ന് കൂടുതൽ സ്നേഹം ആർജിക്കാൻ, കൂടുതൽ ശക്തി ആർജിക്കാൻ, കൂടുതൽ നന്മ ആചരിക്കാനാണ് ഞാൻ പോകുന്നത്. ആർജിക്കാനാണ്. ദൈവത്തിൻ്റെ ബലത്തിലാണ് ഞാൻ ഇന്ന് എൻ്റെ അമ്മയെ ശുശ്രൂഷിക്കുന്നത്. അമ്മയ്ക്ക് തീരെ വയ്യ, ബെഡ് റിഡനാണ്. എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോയി എന്ന് കേട്ട് ആ ദിവസം, അതിനുശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. അന്നു മുതൽ ഇന്ന് വരെ എൻ്റെ അമ്മ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ലൈഫേ, അവരുടെ സന്തോഷങ്ങളെല്ലാം പോയി എന്ന് മാത്രമല്ല അവരുടെ മനസ്സ് വളരെ ദുഃഖത്തിലാണ്. ഇതെനിക്കറിയാം, പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതുപോലെയുള്ള ഒരു ചതി റൂത്ത് എസ് സി ഗോഡ്വിൻ മനോജിനോട് ചെയ്യുന്ന അവർ പ്രതീക്ഷിക്കുന്നില്ല. എന്നെ കേസൊക്കെ സെറ്റിൽ ചെയ്യാനാണെന്നും പറഞ്ഞ് വിളിപ്പിച്ചിട്ട് എല്ലാ കാര്യങ്ങളും എഴുതി ഒപ്പിടാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ പോയ ദിവസം എന്നെ പിടിച്ച് ഒരു കള്ളക്കേസ് കൊടുത്തിട്ട് എന്നെ ജയിലിൽ കിടത്താണ്. അതാണ് ഞാൻ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത മൂന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം. ഞാൻ മറക്കാൻ പോകുന്നില്ല അത്. ആ തിരുവല്ലയിൽ കുരിശുകവല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ ഏരിയയിൽ അവിടെ ഒരു അലക്സാണ്ടർ മാർത്തോമ ഓഡിറ്റോറിയം ഉണ്ട്. അതിനടുത്ത് ചില ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഏരിയയിൽ എന്നെ വസ്ത്രമില്ലാത്ത രീതിയിൽ കയ്യിൽ വിലങ്ങും വെച്ചിട്ട് പെന്തക്കോസ്റ്റിലെ ഒരുപാട് പ്രമുഖന്മാരായ പാസ്റ്റർമാർ മാസ്ക് വെച്ച് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയിലെ പൊളിറ്റീഷ്യൻസ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ അവസ്ഥയിൽ പോലീസുകാരെന്നെ കൊണ്ടുപോയൊരു സീൻ ഞാൻ പറഞ്ഞില്ല. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പോലീസ് സ്റ്റേഷനെ കാണുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എനിക്ക് ആകെ അറിയാവുന്ന പോലീസ് എന്ന് പറയുന്നത് എൻ്റെ ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിച്ച ഒരു വിജേഷ് ഉണ്ട്, അവൻ്റെ ഫാദർ. അവൻ ഒരുപാട് നല്ല കാര്യങ്ങളാണ്, അവനും നല്ല രീതിയിൽ ജീവിക്കുന്നവനായിരുന്നു, ഭയത്തോടെ ജീവിക്കുന്നവനായിരുന്നു. നല്ല കാര്യങ്ങളാണ് കേരള പോലീസിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത്. ആ ഒരു ഇമ്പ്രഷനാണ് എനിക്ക് ഉണ്ടായിരുന്നത് എപ്പോഴും കേരളത്തിലെ പോലീസിനെ കുറിച്ച്. കംപ്ലീറ്റ് ആയിട്ട് ആ ദിവസം അത് തകർന്നു. ഇനി ഒരിക്കലും ആ ഇമ്പ്രഷൻ തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇന്നോസെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി ഇന്നോസെൻ്റ് ആണെന്ന് അറിഞ്ഞിട്ടും അവനെതിരെ FIR രജിസ്റ്റർ ചെയ്യുക, അവനെ അവഹേളിക്കുക ആ സ്ഥലത്ത് വെച്ചിട്ട്. ആ സ്ഥലത്തിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഞങ്ങളുടെ വിവാഹം നടന്നത് ആ അലക്സാണ്ടർ മാർത്തോമ ഓഡിറ്റോറിയത്തിലാണ്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് എൻ്റെ എത്രയോ റിലേറ്റീവ്സ് ഇവിടെ വന്നു ആ വിവാഹത്തിൽ പങ്കെടുക്കാൻ. ഞാൻ ഈ ജീസസിൽ വന്നപ്പോൾ എന്നോട് വളരെയധികം വിരോധം തോന്നിയ, എന്നിൽ നിന്ന് അകന്നു പോയ പല റിലേറ്റീവ്സും മനോജിൻ്റെ വിവാഹം അവസാനം നടക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് വന്നു.
നിങ്ങൾ ഹോമിയോ കോളേജിൽ പോയി ചോദിച്ചാൽ മതി. ഞാൻ ആ സമയത്ത് ഈ യേശു ക്രിസ്തുവിലൊന്നും വിശ്വസിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് എത്രയോ പ്രപ്പോസൽ അവിടെ തന്നെ കിട്ടിയാണ്. ഞാൻ ചിലപ്പോൾ ഒരു ഹോമിയോക്കാരിയെ കല്യാണം കഴിച്ച് ഇപ്പോൾ നല്ല രീതിയിൽ വലിയ പ്രാക്ടീസ് ഒക്കെ നടത്തി വലിയൊരു ഹോമിയോ ഡോക്ടറായിട്ട് ചിലപ്പോൾ ഷൈൻ ചെയ്തേനെ. പക്ഷെ അതിനൊക്കെ പകരം ക്രിസ്തുവിനോട് കൂടെയുള്ള നിന്ന വലിയ ധനമെന്ന് എണ്ണി പാവപ്പെട്ട ആളുകളെയാണ് ഞാൻ ശുശ്രൂഷിച്ചത്. അതുകൊണ്ട് എനിക്കിന്ന് പൈസ ഇല്ല. അപ്പോൾ ആൾക്കാരെന്നെ നോക്കി കളിയാക്കും, പൈസ ഇല്ല. ശരിയാണ്, ആ പൈസ ഇല്ലെങ്കിലും ദൈവരാജ്യത്തിൽ വലിയൊരു സമ്പത്ത് എനിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേ പാവപ്പെട്ട ആളുകളിൽ കുറച്ച് സമ്പന്നന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇവരെയും എനിക്കെതിരെ ഈ പെന്തക്കോസിലെ ഉപദേശിമാരും പാസ്റ്റർമാരും പ്രമുഖന്മാരും പ്രമാണിമാരും വലിയ വലിയ പ്രസംഗകരും പ്രവാചകന്മാരും ഉപയോഗിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അവരെക്കുറിച്ചും ഈ പറയുന്ന ആളുകളെക്കുറിച്ചും സങ്കടമാണ് തോന്നുന്നു. ദൈവത്തിൻ്റെ ക്രോധം അവരുടെ മുകളിലുണ്ട്. അതെനിക്ക് ഓരോ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും, എനിക്ക് കാണാനായിട്ട് സാധിക്കും. അത് എനിക്ക് അവരോടുള്ള വിഷമം കൊണ്ട് മാത്രമല്ല, അവർ ചെയ്ത വളരെ മോശമായിട്ടുള്ള വളരെ അധികം പ്രവൃത്തികൾ എൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞു. 1-2 കാര്യങ്ങളല്ല, അവർ മറ്റുള്ളവരോട് ചെയ്ത പ്രവൃത്തികളും അങ്ങനത്തെ കാര്യങ്ങളാണ്. അതുകൊണ്ട് ചില സമയത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, ഇങ്ങനെയുള്ള കപട വിശ്വാസികളുടെ വാക്കിൽപ്പെട്ട് ആരും ഈ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവരുടെ എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് ഒന്നുമില്ലാതായി തീരരുത്. ഇതുപോലൊരു മനോജ് കുമാർ ഇനി ഉണ്ടാവരുത്. മുഴുവനായിട്ട് അവൻ്റെ ജീവിതം നശിപ്പിച്ചു. ഞാൻ ഈ ജയിലിൽ ഇവർ കൊണ്ടുപോകുന്നതിന് മുമ്പ്, കോടതിയിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് എന്നെ അവിടെ നിർത്തിയ ആ സീനുണ്ട്. അത് ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കില്ല. ഐ വിൽ നെവർ ഫോർഗെറ്റ് ഇറ്റ്. ഐ മേ ഫോർഗിവ് ഇറ്റ്, ബട്ട് ഐ വിൽ നെവർ ഫോർഗെറ്റ് ഇറ്റ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്താക്കപ്പെടുന്ന സമയത്ത് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, നീ ജീസസിലല്ല വിശ്വസിച്ചത്, ഇനി ജീസസിൻ്റെ ആളുകൾ നിന്നെ സഹായിക്കും. അത് ഞാൻ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. ഞങ്ങൾ നിന്നെ സഹായിക്കില്ല. 2, എൻ്റെ പേരിലുണ്ടായിരുന്ന എല്ലാ വസ്തുക്കളും എല്ലാ കാര്യങ്ങളും പിന്നീട് എൻ്റെ അനിയൻ്റെ പേർക്ക് മാറ്റി. ഓക്കെ, സാരമില്ല, അതൊന്നും ഒരു വലിയ നഷ്ടമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. പൈസയ്ക്ക് വേണ്ടിയായിരുന്നെങ്കിൽ എനിക്ക് അവിടെ തന്നെ നിൽക്കാമായിരുന്നല്ലോ. മാർവാടികൾ എന്താ പൈസ ഇല്ലാത്തവരാ? 2, എൻ്റെ അമ്മായിയപ്പൻ, എടോ, നിങ്ങളുടെ പൈസയൊന്നും എനിക്ക് വേണ്ട. ഞാൻ ആ രൂത്ത് എൽസി ഗോഡ്വിൻ എന്ന് പറഞ്ഞ വ്യക്തിയെ വിവാഹം കഴിച്ചു. ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അത്? ഞാൻ യേശു ക്രിസ്തു വിശ്വസിച്ചതും പൈസയ്ക്ക് വേണ്ടിയല്ല. ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അത്? നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും? പൈസയ്ക്ക് വേണ്ടി ആരെങ്കിലും അവരുടെ ധർമ്മം ഉപേക്ഷിച്ചിട്ട്, അവരുടെ മാർഗം ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെയൊരു മാർഗത്തിലേക്ക് ഇങ്ങനത്തെ ആൾക്കാരെ കണ്ടുകൊണ്ട് വരുമോ? വന്നാൽ തന്നെ നിലനിൽക്കുമോ? എനിക്ക് നിത്യജീവൻ കർത്താവ് തരും എന്നുള്ള ഉറപ്പുണ്ട്. കർത്താവ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ഉറപ്പുണ്ട്. കർത്താവ് മടങ്ങി വരുമെന്നുള്ള ഉറപ്പുണ്ട്. ആ കർത്താവ് മടങ്ങി വരുമ്പോൾ എനിക്ക് ഒരിക്കലും നശിക്കാത്ത ശരീരവും നിത്യമായ ജീവനും എല്ലാവരെയും സ്നേഹിക്കുന്ന, പൂർണ്ണമായി സ്നേഹിക്കാൻ സാധിക്കുന്ന ഒരു മനസ്സും തരും എന്നുള്ള ഒരു ആഗ്രഹവും ഹോപ്പും ബോധ്യവും എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. പാസ്റ്റർമാരൊക്കെ നോക്കുന്ന ഒരു കാഴ്ചയുണ്ട്, എന്നെ പ്രൊഫസർമാർ ഒക്കെ നോക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ആസ് ഇഫ് ഐ ഡിഡ് സംതിങ് റോങ്. മൈ റോങ് ഈസ് faith in God. And if it is wrong, let it be so. Let it be so. അന്നു മുതൽ ഇന്ന് വരെ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് ചില ഫോംഡ് പ്രേയേഴ്സ് ഉണ്ട് പ്രാർത്ഥിക്കാനുള്ള. അന്യഭാഷകളിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. വചനം വായിക്കും. ഇന്നും വചനം വായിക്കുന്നതും പ്രസംഗിക്കുന്നതും എന്നെ തന്നെ എൻകറേജ് ചെയ്യാനാണ്. ചില ആളുകളുടെ വിചാരം മനോജ് എന്തോ മിനിസ്ട്രി കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. എനിക്ക് മിനിസ്ട്രി കാണിക്കാനൊന്നുമില്ല. എൻ്റെ പ്രസംഗങ്ങളൊന്നും ആരും കേൾക്കാനും പോകുന്നില്ല. വളരെ ചുരുക്കം പേര് മാത്രമേ കേൾക്കുള്ളൂ. എൻ്റെ ഒരു കോളേജിൽ സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ച ഒരു മുസ്ലിം പയ്യനുണ്ട്. അവനെന്നോട് ഭയങ്കര ദേഷ്യം വൈരാഗ്യമൊക്കെ. അപ്പോൾ അവനെന്നോട് പറഞ്ഞു, മനോജേ, നീ പോസ്റ്റ് ചെയ്യുന്നൊക്കെ 1-2 ലൈക്കല്ലേ കിട്ടുന്നുള്ളൂ, ഒരു 10 പേര് കാണും, അത്രയ്ക്കല്ലേ ഉള്ളൂ. നിനക്ക് ഈ പുസ്തകം പഠിച്ചുകൊണ്ടൊന്നും വലിയ ജ്ഞാനമൊന്നും ഉണ്ടാവില്ല. അതൊന്നും അല്ല ജ്ഞാനം. പുസ്തകത്തിൻ്റെ ജ്ഞാനം മാത്രമാണോ എനിക്കെന്നുള്ളത് ദൈവത്തിനറിയാം. പക്ഷെ പുസ്തകത്തിൻ്റെ ജ്ഞാനമെങ്കിലും ഉണ്ടെന്ന് അയാൾ അംഗീകരിക്കുന്നല്ലോ. അതെങ്കിലും അത് പുസ്തകത്തിൽ എഴുതിയ ആളുകൾക്കും ജ്ഞാനം ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണല്ലോ അവർ എഴുതിയത്. അല്ലെങ്കിൽ അവർ എഴുതില്ലല്ലോ, അല്ലേ? അപ്പോൾ ഈ പുസ്തകത്തിലെ ജ്ഞാനമാണ് ഞാൻ പങ്കുവയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയാലും എനിക്കത് കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്നെ തന്നെ എൻകറേജ് ചെയ്യാനാണ് പലപ്പോഴും ഈ മെസ്സേജുകൾ പറയുന്നതും പാട്ടുകൾ പാടുന്നതും ദൈവത്തോട് ഭക്തി കാണിക്കുന്നത്. അല്ലാതെ എനിക്കൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളൊന്നും എനിക്കൊരു പ്രതീക്ഷയില്ല. ക്രിസ്ത്യാനികളാണെങ്കിൽ ഒട്ടുമില്ല. ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ പോലും തരാൻ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു കരുണയും കൃപയും ദൈവത്തിൻ്റെ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്രയ്ക്കും ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു ക്രിസ്ത്യാനികളിൽ നിന്ന്. ഇനി
മൂന്നാമത് ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും ഞാൻ മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം. ഇപ്പം രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞ എൻ്റെ ആ അമ്മായിയപ്പൻ, നീ ഹീറോ ആണെന്ന് നിൻ്റെ വിചാരം, പക്ഷേ നീ വലിയൊരു സീറോ ആണെന്ന് പറഞ്ഞ കാര്യം അതൊരിക്കലും ഞാൻ മറക്കാൻ പോകുന്നില്ല. എൻ്റെ സീറോസ് ഹോമിയോപ്പതിക്ക് പേരിട്ടതും അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ആ സീറോയ്ക്കകത്ത് സിയും ഉണ്ട്, ആറും ഉണ്ട്, നിങ്ങളുടെ രൂത്തും ഉണ്ട്, ജെയിനും ഉണ്ട്. ഇനി അതിനപ്പുറത്ത് ഈ സീറോ എന്ന് പറഞ്ഞ് നിങ്ങൾ വിളിച്ച ആളുണ്ടല്ലോ, മോർ ദാൻ യു തിങ്ക്, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതലാണ്. സീറോ എന്ന് പറയുന്നതിന് ഭാരതത്തിന് വലിയ വിലയുണ്ട്. നിങ്ങൾക്കൊന്നും വിലയുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടിയാലേ സീറോ. ഈ ആര്യഭട്ടൻ കണ്ടുപിടിച്ചുകൊണ്ടാണ് സീറോ എന്ന് പറഞ്ഞ സാധനം ഉള്ളത്. അല്ലെങ്കിൽ സീറോ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. സീറോ ഇല്ലെങ്കിൽ കൗണ്ടിങ് ഇല്ല. സീറോ ഇല്ലെങ്കിൽ പ്ലേസസിന്, ഓരോ പ്ലേസിനും വാല്യൂ ഇല്ല, പ്ലേസ് വാല്യൂ ഇല്ല. സീറോ ഇല്ലെങ്കിൽ ഡെസിമൽസ് ഇല്ല. ഡെസിമൽസും സീറോയും ഇല്ലെങ്കിൽ നിങ്ങൾ ബഹിരാകാശത്തിൽ മാർസിലേക്കും ജൂപ്പിറ്ററിലേക്കൊക്കെ യാത്ര ചെയ്യൂല. സീറോയ്ക്കും വിലയുണ്ട് എന്ന് നിങ്ങളെ ദൈവം മനസ്സിലാക്കി തരട്ടെ. എന്നെങ്കിലും നിങ്ങൾ ഇത്രയും അപവാദങ്ങൾ പറഞ്ഞല്ലോ, ഇത്രയും മോശമാക്കിയല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ സീറോ ആണ്. എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ, ഞാൻ സീറോ ആണ് എന്നുള്ളതിൽ. കാരണം ഒരുപാട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഇവിടെ വിട്ടിട്ട് പോകേണ്ടി വരുമല്ലോ. സീറോ ആയിട്ടാണ് വന്നത്, സീറോ ആയിട്ടാണ് പോവുക. വെറും കൈയോടെയാണ് വന്നത്, വെറും കൈയോടെയാണ് പോവുക. അത് അഭിമാനത്തോടെയാണ് പറയുന്നത്, ഏതോ നഷ്ടബോധത്തോടെയല്ല പറയുന്നത്. അലക്സാണ്ടർ അത് നഷ്ടബോധത്തോടെയാണ് പറഞ്ഞത്, അലക്സാണ്ടർ ദ ഗ്രേറ്റ്. പക്ഷെ ഞാൻ അഭിമാനത്തോടെയാണ് പറയുന്നത്. എൻ്റെ കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാണോ വന്നത്, ഒന്നുമല്ലാത്ത ഒരു കാർപ്പൻ്റർ ഭവനത്തിൽ, അതേമാതിരിയാണ് ഞാൻ വന്നത്. എങ്ങനെയാണോ പോയത്, ക്രൂശിൽ തകർക്കപ്പെട്ടിട്ട് അവൻ്റെ ആളുകളാൽ വഞ്ചിക്കപ്പെട്ട് ക്രൂശിതനായി, അതേപോലെ തന്നെയാണ് ഞാൻ പോകുന്നത്. പക്ഷെ ഞാൻ എങ്ങനെ പോയാലും വരാനിരിക്കുന്ന രാജ്യത്തിൽ ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ദൈവം എന്നെ ഉയർപ്പിക്കും. ഞാൻ ആ രാഷ്ട്രത്തിൽ ഉണ്ടാവും. നിങ്ങളുണ്ടാവോ? എനിക്കറിഞ്ഞൂടാ. ഇത്രയൊക്കെ ക്രൂരത കാണിച്ചിട്ട് നിങ്ങൾ ആ രാജ്യത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ മഹാദയായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്തത്, അപ്പോൾ അച്ഛൻ പറഞ്ഞു, പിന്നെ അമ്മായിയപ്പൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പോലീസുകാർ, കേരളത്തിലെ പോലീസിനെ ഒരുപാട് ബഹുമാനിച്ചിരുന്നു. ഇല്ലാത്ത കേസ് ചുമത്തി എന്നെ കൊണ്ടുപോയി. പിന്നെ അതൊക്കെ ഇല്ല എന്നുള്ളത് ആക്കേണ്ടി വന്നു. കാരണം ഭാര്യ വന്നു, കുട്ടി വന്നു, അവർ വന്നിട്ട് മൊഴി കൊടുത്തു എനിക്ക് അനുകൂലമായിട്ട്. അവർക്ക് വേണ്ട പൈസയും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടി. അവർക്ക് ആ പൈസയിൽ സന്തോഷം. അവർക്ക് അച്ഛനെ വേണ്ട, അവർക്ക് ആ ഭർത്താവിനെ വേണ്ട, അവർക്ക് പൈസ മതി എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ. സന്തോഷിക്കുക, എപ്പോഴും സന്തോഷിക്കുക, ദൈവത്തിൽ സന്തോഷിക്കുക. നിങ്ങൾ ഈ ആശ്രയം വെച്ചിരിക്കുന്ന ധനവും സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊരു ദിവസം ഇല്ലാതാവും. എൻ്റെ മുറിയിൽ മുഴുവൻ പുസ്തകങ്ങളാണ്. ഒരുപാട് ബൈബിളുകളുണ്ട്, പല ഭാഷകളിലുള്ള. ആൾക്കാരിനോട് ചോദിക്കും, നിങ്ങൾക്ക് വേറെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു ക്രിക്കറ്റ് ബാറ്റ് ഉണ്ട് കേട്ടോ, പിന്നെ കുറച്ച് എക്സസൈസ് എക്യുപ്മെൻ്റ് ഉണ്ട്. എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഒരു ആത്മീയന് മാത്രമേ ഇതിൻ്റെയൊക്കെ വില മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഭൗതികത്തിന് പ്രാധാന്യം കൊടുത്ത് ഒരു ഷോയ്ക്ക് വേണ്ടി, ആത്മീയ കളിക്കാൻ വേണ്ടിയിട്ട് സഭയിലേക്ക് പോവുകയും ആൾക്കാരുടെ പ്രാർത്ഥന തേടുകയും എല്ലാവരുടെ മുമ്പിൽ നല്ലതാവാൻ വേണ്ടിയിട്ട് കാണിക്കുകയും ചെയ്യുന്ന പൊളിറ്റീഷ്യനോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്വന്തം കാര്യത്തിന് വേണ്ടി, സ്വന്തം രാജ്യത്തിന് വേണ്ടി, സ്വന്തം അഭിമാനത്തിന് വേണ്ടി നടക്കുന്ന ബിസിനസ്സുകാരനോ ഇൻഡസ്ട്രിയലിസ്റ്റിനോ ഒരു പാസ്റ്ററാണെങ്കിൽ അവർക്ക് പോലും ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ പറയട്ടെ, ഡിവോഴ്സ് എന്ന് പറയുന്നത് തന്നെ വേദപുസ്തക പ്രകാരം വെണ്ടയ്ക്ക അക്ഷരത്തിലുള്ള തെറ്റാണ്. വെണ്ടയ്ക്ക അക്ഷരം. ഞാൻ ആ ഡിവോഴ്സ് ഒരിക്കലും സ്വീകരിച്ചു. എനിക്ക് നിവൃത്തിയില്ലാതായി. എനിക്കെതിരെ കള്ളക്കേസുകൾ കൊടുത്ത് പല അവസാനം ഞാൻ ദൈവം പറഞ്ഞു, അവർക്ക് എന്താ വേണ്ടത് വെച്ചാൽ കൊടുത്തേക്ക്. മത്തായി സുവിശേഷം 5:6-7. നിന്നെക്കെതിരെ കള്ളക്കേസ് കൊടുത്ത് ഒരാൾ നിന്റെ കോട്ട് എടുക്കുകയാണെങ്കിൽ അവന് നീ നിന്റെ അകത്തെ വസ്ത്രം കൂടെ കൊടുത്തേക്കണം. ദാറ്റ്സ് വാട്ട് ഐ ഡിഡ്. അല്ലാതെ ഡിവോഴ്സ് എന്നെ മനസ്സോടെ ഞാൻ ചെയ്തതല്ല. ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വിവാഹം കഴിക്കുന്നത് 33-ാമത്തെ വയസ്സിൽ. അതുവരെ എത്രയോ പ്രപ്പോസൽ വന്നു, ഇത് ദൈവഹിതമല്ല എന്ന് പറഞ്ഞ് റിജക്റ്റ് ആയിപ്പോയി. ഹിന്ദു ഫാമിലിയിൽ നിന്ന് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്രിസ്ത്യാനികൾക്ക് താല്പര്യം ഉണ്ടാവില്ല. പിന്നെ താല്പര്യമുള്ള ക്രിസ്ത്യാനികൾ വന്നാൽ തന്നെ ഇത് ദൈവഹിതമാണോ ദൈവഹിതമല്ലയോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരും. ഇത് സുവിശേഷ വേലയ്ക്ക് താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് എന്ന് കണ്ടതുകൊണ്ടാണ്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്, സൺഡേ സ്കൂളിൽ ഫസ്റ്റാണ്, ആത്മീയമായിട്ട് വളരെ മുന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ കണ്ടിട്ടാണ് ഞാൻ രൂത്ത് എൽ സി ഗോഡ്വിനെ കുറിച്ച് പ്രാർത്ഥിച്ചത് പോലും, അക്സെപ്റ്റ് ചെയ്തതും. അല്ലാതെ അവളുടെ അപ്പൻ്റെ കയ്യിൽ കുറേ സാമ്പത്തികമുള്ളതുകൊണ്ടൊന്നുമല്ല. ഈ സമ്പത്ത് ഇന്നുണ്ട് രാജാറി ഗോഡ്വിൻ, ഒരു ദിവസം ഉണ്ടാവില്ല, പക്ഷെ അന്ന് ദൈവം ഉണ്ടാവും. ഇത് നിങ്ങൾ ഓർക്കണേ. ഈ സമ്പത്ത് ഇന്നുണ്ട്, പക്ഷെ ഒരു ദിവസം ഉണ്ടാവില്ല, പക്ഷെ ദൈവം എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ മരിക്കാൻ കിടക്കുന്ന ഒരു സമയം എന്തെങ്കിലും വരും.
ആ സമയത്ത് നിങ്ങളുടെ സമ്പത്തിന് രക്ഷിക്കാൻ പറ്റൂല. ഇത്ര വലിയ മഹാറാണി ഇംഗ്ലണ്ടിൻ്റെ, അവരുടെ ഭർത്താവ്, അവരുടെ മകൻ, ഇഷ്ടം പോലെ കാശ് അവരുടെ കയ്യിലുണ്ട്. കാശിന് വല്ല കുറവുണ്ടോ അവർക്ക്? പക്ഷെ മരണം വന്നപ്പോൾ അത് റാണിയാണോ രാജാവാണോ രാജ്ഞിയുടെ ഭർത്താവാണോ എന്നൊന്നും മരണം ചോദിച്ചില്ല. ഡെത്ത് ഇസ് ദ ഫൈനൽ ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് ഈക്വലൈസർ. പക്ഷെ ഡെത്തിനെ ഈക്വലൈസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ഒരു വ്യക്തിത്വത്തെയാണ്. ഡെത്തിന് കീഴടക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. അത് യേശു ക്രിസ്തുവിലുള്ള ഒരു വ്യക്തിയാണ്. കർത്താവുമായിട്ടുള്ള നിങ്ങളുടെ ഉടമ്പടി തെറ്റിക്കിടക്കുകയാണ്. നിങ്ങൾ ഈ ഡിവോഴ്സ് കേസൊക്കെ ഫയൽ ചെയ്ത് ഒരു വ്യക്തിയെ അവഹേളിച്ച് അവൻ്റെ ജീവിതം നശിപ്പിക്കുമ്പോൾ കർത്താവുമായിട്ടുള്ള നിങ്ങളുടെ ഉടമ്പടി തെറ്റിക്കിടക്കുകയാണ്. നിങ്ങളുടെ പാസ്റ്റർമാരൊക്കെ ഏത് ബൈബിളാണ് വായിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത്. അവരിവിടെ വരുന്നുണ്ട് പ്രസംഗിക്കാൻ ഞങ്ങളുടെ ചർച്ചിൽ. എന്താ കാര്യം? അവരുടെ തന്നെ ചർച്ചിലുള്ള അവരുടെ വിശ്വാസിക്ക് വെണ്ടക്ക അക്ഷരത്തിൽ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം അനുസരിപ്പിക്കാൻ ആ എബിയായൊരു പാസ്റ്റർക്ക് കഴിയുന്നില്ല. പിന്നെ നിങ്ങൾ ലോകം മുഴുവൻ നടന്ന് പ്രസംഗിച്ചിട്ടും എന്താണോ കാര്യം? എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? വാട്ട് ഈസ് റിട്ടൺ ദെയർ? ദൈവം ഡിവോഴ്സിനെ വെറുക്കുന്നു. അങ്ങനെയുള്ള ഒരു കുടുംബത്തെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തോ, കുഴപ്പമില്ല. പക്ഷെ ആ കുടുംബത്തെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അവർക്ക് എന്ത് കാര്യമാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് തെറ്റിക്കിടക്കുകയാണെങ്കിൽ അവരെ തിരിച്ച് യോജിപ്പിക്കാനാണ് ദൈവവചനം പറയുന്നത്. അല്ലാതെ ആ ഭർത്താവിനെ കുറിച്ച് കഥകൾ ഉണ്ടാക്കി അവൻ്റെ ജീവിതം തകർക്കുക എന്നുള്ളതല്ല. ആണോ? എന്താണോ? എവിടെയാണ് നിങ്ങളുടെയൊക്കെ ആത്മീയം? നിങ്ങളുടെ സമീർ സാർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഡിവോഴ്സീസിനെ കല്യാണം നടത്തൂല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ആയിക്കോട്ടെ, നല്ല കാര്യമാണ്. അപ്പോൾ രൂതേഴ്സിൻ്റെയും കല്യാണം ഇനി നടക്കൂലല്ലോ, ഡിവോഴ്സ് ചെയ്യല്ലേ. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പ്രമാണപ്രകാരം നടക്കൂല. പക്ഷെ എങ്കിലും അങ്ങനെ അവർ ജീവിക്കുന്നതും അവരുടെ ഭർത്താവിൻ്റെ കൂടെ ചേർന്ന് ജീവിക്കുന്നതും അതിലേതാണ് ഉത്തമം? നിങ്ങൾ വേദപുസ്തകം വായിച്ചിട്ട് എനിക്ക് പറഞ്ഞിരിക്കും. ഇതിങ്ങനെ അവരുടെ ഓരോ പൊളിറ്റിക്സ് കളിക്കാൻ വേണ്ടിയിട്ട് ദൈവരാജ്യത്തെയാണ് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നത്. കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഒന്നും എനിക്കൊന്നുമല്ല, എനിക്ക് BJP ഒന്നുമല്ല. ദൈവരാജ്യം കഴിഞ്ഞിട്ട് എനിക്ക് ഇതൊക്കെയുള്ളൂ. എനിക്ക് എൻ്റെ അച്ഛൻ അമ്മയാണെങ്കിൽ പോലും ദൈവരാജ്യം ദൈവം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ തിരിച്ചറിവിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്കെതിരെ ഈ പറയുന്ന തീട്ടങ്ങളെ കൊണ്ട് ഫൈറ്റ് ചെയ്താൽ നിങ്ങൾ ജയിക്കാൻ പറ്റുമോ? ഡൊണാൾഡ് ട്രംപിനെ എനിക്കെതിരെ നിർത്തിയാലും നിങ്ങൾ ജയിക്കൂല ദൈവസന്നിധിയിൽ. മനസ്സിലായോ? ദൈവസന്നിധിയിൽ ഡൊണാൾഡ് ട്രംപിനെ നിങ്ങൾ എനിക്കെതിരെ നിർത്തിയാലും, നിങ്ങളുടെ മുഴുവൻ അമേരിക്കൻ ഫോഴ്സിനെ നിർത്തിയാലും, റഷ്യൻ ചർച്ചിനെ നിർത്തിയാലും, യുക്രൈനിയൻ ചർച്ചിനെ നിർത്തിയാലും, ഈ യുദ്ധങ്ങൾ ചെയ്തിട്ട് പരസ്പരം കൊല്ലുന്ന ഈ ആളുകളെ നിങ്ങൾ എനിക്കെതിരെ നിർത്തിയാലും ദൈവസന്നിധി നിങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല. നിങ്ങളുടെ കോൺഗ്രസിൻ്റെ രാഹുലനും പിന്നെ മറ്റേ കമ്മ്യൂണിസ്റ്റിൻ്റെ കേത്തുലനും, എന്നാണ് അവൻ്റെ പേര്, രാഹുകാലം കേത്തുകാലം മാതിരിയാണ് അവർ ഭാരതത്തിൽ, കേജ്രിവാൾ, അവരെയൊക്കെ നിങ്ങൾ നിർത്തിയാലും നിങ്ങൾക്ക് എനിക്കെതിരെ ജയിക്കാൻ പറ്റില്ല. ഇത് ആത്മീയ യുദ്ധം ഞാനല്ല ഫൈറ്റ് ചെയ്യുന്നത്, ദൈവമാണ് ഫൈറ്റ് ചെയ്യുന്നത്. എൻ്റെ പൈസ കുറയ്ക്കാം, എനിക്ക് എവിടെയും കോഴ്സ് കിട്ടാത്ത രീതിയിലാക്കാം. സയാക്സിൽ എനിക്ക് MTHന് പഠിക്കാൻ പറ്റൂല, എന്താ പറയുന്നത്, അവരുടെ അമേരിക്കൻ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടൂല. ഇതൊക്കെ ആക്കി തീർക്കാം നിങ്ങൾക്ക്. അതിനൊക്കെ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്, കഴിവുണ്ട്, നിങ്ങൾക്ക് ആൾക്കാരെ പുറകുനിന്ന് ആക്കി തീർക്കാം. പക്ഷേ ഈ ദൈവത്തെ എന്നിൽ നിന്ന് അകറ്റാനോ എന്നെ ആ ദൈവത്തിൽ നിന്ന് അകറ്റാനോ നിനക്ക് കഴിയില്ല, എത്ര വലിയ പാസ്റ്റാണെങ്കിലും. ഇപ്പോൾ അതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ദൂതന്മാർക്കോ മറ്റ് യാതൊരു സൃഷ്ടിക്കും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അനേക കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയ അപ്പോസ്തലൻ്റെ വാക്കാണ് അതെന്നെ നിർത്തുന്നത്. അത് അന്നും എന്നെ നിർത്തിയത്. പൈസയ്ക്ക് വേണ്ടിയാണ് ഈ അപ്പോസ്തലൻ ജീവിച്ചിരുന്നെങ്കിൽ അവൻ്റെ സാക്ഷ്യം അവസാനം ജയിലിൽ പോകുന്നതായിരിക്കില്ല. അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് സത്യമാണ്. അപ്പോൾ ഈ സത്യം ഞാൻ വിടൂ. കർത്താവായ യേശു ക്രിസ്തു വന്നത് മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി കരുതാനും അവരെ ശുശ്രൂഷിക്കാനും അവരെ സേവിക്കാനും ആതുര സേവന രംഗത്ത് തന്നെ വന്നത്. ഞാൻ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ചോദിച്ചാൽ മതി എങ്ങനത്തെ ഡോക്ടറാണ്. അതിലും വന്നത് മറ്റുള്ളവരെ സേവിക്കാനും ശുശ്രൂഷിക്കാനും, അല്ല പൈസയ്ക്ക് വേണ്ടിയല്ല വന്നത്. അതിൽ തന്നെ ഞാൻ പൈസയ്ക്ക് വേണ്ടിയല്ല വന്നത്. പിന്നെ ഞാൻ ഈ ജീസസ് എന്ന് പറഞ്ഞ വിശ്വാസത്തിലേക്ക് പൈസയ്ക്ക് വേണ്ടി വരുമോ? നിങ്ങളുടെ പൈസക്കാരൊരു ദിവസം എൻ്റെ അടുത്ത് വന്ന് ആലോചന ചോദിക്കും, മനോജ് ഇതിൽ ഏതാണ് ശരി? കാരണം പൈസ കൊണ്ട് ബ്ലൈൻഡഡ് ആയ നിങ്ങൾ പറയുന്ന ആലോചനകൾക്ക് ഒരിക്കലും കൃത്യത ഉണ്ടാവില്ല. എത്ര കാശാടോ അസംബ്ലീസ് ഓഫ് ഗോഡിന് ഈ ഡിവോഴ്സിൽ നിന്ന് കിട്ടിയ പണത്തിൽ നിന്ന് ഉള്ള ദശാംശമായിട്ട് നമ്മുടെ രാജ ഗോഡ്വിൻ തന്നത്?
ആ പൈസയൊക്കെ അസംബ്ലീസ് ഗോഡിന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ അസംബ്ലീസ് ഗോഡിന് മെമ്പറാണ്. പറ്റുമോ? രാജാരി ഗോഡ്വിൻ തന്ന ആ ദശാംശത്തിൽ എത്ര പൈസയാണ് മനോജിനെയും രൂത്തിനെയും സെപ്പറേറ്റ് ചെയ്ത ഡിവോഴ്സിൽ നിന്ന് കിട്ടിയ 40 ലക്ഷം രൂപയിൽ നിന്ന് വന്നിരിക്കുന്നത്? ആ പൈസ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ? ആ പൈസ ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ അസംബ്ലീസ് ഓഫ് ഗോഡിലോ അല്ലെങ്കിൽ IPCയിലോ ഉപയോഗിച്ചാൽ അത് ദൈവത്തിന് പ്രസാദകരമായ ഒരു ഓഫറിംഗ് ആയിരിക്കുമോ? യഹൂദ മതത്തിലുള്ള പ്രമാണിമാരും പൂർവികരും യഹൂദ മതത്തിലുണ്ടായിരുന്ന പുരോഹിതന്മാർ വരെ ആ പൈസ ഒരാളെ ഒറ്റിക്കൊടുത്ത് അവൻ്റെ ജീവിതം നശിപ്പിച്ചിട്ടുള്ള പൈസ, യൂദായ്ക്ക് അവർ കൊടുത്ത പൈസ സ്വീകരിച്ചില്ല ട്രഷറിയിലേക്ക്. അവർക്ക് വരെ ദൈവഭയം ഉണ്ടായിരുന്നു. നിങ്ങൾക്കുണ്ടോ ആ ദൈവഭയം? ആ ദൈവ സാന്നിധ്യം ഉണ്ടോ? ഞങ്ങൾ പിടിച്ചെടുത്ത് സിദ്ധാരംഭയ്യ അവിടെ വന്നിരിക്കുകയാണ് രൂത്ത് സി ഗോഡ്വിൻ്റെ കഴിവ് കൊണ്ട്. പിന്നെ ഏതാണ് പിണറായി വിജയൻ ഇവിടെ വന്നിരിക്കുകയാണ്. പിന്നെ ഏതാണ് മറ്റേ ചങ്ങായി, എന്താണ് അവൻ്റെ പേര്, തമിഴ്നാട്ടിലെ ചീഫ് മിനിസ്റ്റർ. ഇതൊക്കെ നിലനിൽക്കുമോ? എന്തോ പിടിച്ചെടുത്തു. ഞാൻ BJP കാരനായിരുന്നു അന്ന്. എന്ത് പിടിച്ചെടുത്തു? ഒന്നും പിടിച്ചെടുത്തില്ല. ഒരു മനുഷ്യൻ്റെ ജീവിതം നശിപ്പിച്ചു. അവൻ്റെ 5 കൊല്ലം തകർത്തു. അവൻ കൂടുതൽ ദൈവത്തോട് അടുക്കാൻ അത് കാരണമായി. ദൈവം തീർത്തു. പക്ഷെ നിങ്ങൾക്ക് എന്താകും? ഈ പാപത്തെ സ്നേഹിക്കുന്ന, പാപത്തിന് വേണ്ടി ജീവിക്കുന്ന, സെക്യുലർ എന്ന് പറയുന്നത് തന്നെ പ്രൊഫൈനാണ്. സീക്രട്ട് പ്രൊഫൈൻ 2 കാറ്റഗറി ഉണ്ട്. റിലീജിയൻ ഇതിൽ പോയി നിങ്ങൾ പഠിച്ചു നോക്കണം. സേക്രഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, മോറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇമ്മോറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ആ ഇമ്മോറൽ കാര്യങ്ങളെയാണ് പ്രൊഫൈൻ എന്ന് വിളിക്കുന്നത്. ആ പ്രൊഫാനിറ്റിക്ക് അകത്ത് നടക്കുന്നതാണ് ഈ സെക്യുലറിസം എന്ന് പറയുന്നത്. ആ സെക്യുലറിസം എന്ന് പറയുന്ന ഗ്രൂപ്പിനെ മുസ്ലിമോ പിന്നെ ക്രിസ്ത്യനും ഒക്കെ പോയി സപ്പോർട്ട് ചെയ്യാണ്. അവരുടെ രാഷ്ട്രങ്ങളെ അവർ സപ്പോർട്ട് ചെയ്യുമോ? ഇതിനെ സപ്പോർട്ട് ചെയ്യില്ല. അബോർഷൻ, ടെററിസം, ഡ്രഗ്സ്, ആൽക്കഹോൾ, അവരുടെ രാഷ്ട്രങ്ങൾ നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്യുമോ? അമേരിക്ക നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്യുമോ? മിഡിൽ ഈസ്റ്റിൽ നിങ്ങൾ എത്രയോ രാജാക്കന്മാരുടെ രാജ്യങ്ങളുണ്ട്. അവിടെ എവിടെയെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള ഈ വാല്യൂസിനെ സപ്പോർട്ട് ചെയ്യുമോ? സെക്യുലറിൻ്റെ വാല്യൂസിനെ? ഇല്ലല്ലോ. ഇവിടെ മാത്രം വരുമ്പോൾ നിങ്ങൾക്ക് നിലനിൽപ്പിന് വേണ്ടി എന്തും ആവാന്നാണ്. ദൈവം കാണുന്നില്ലയോ?